നാടിറങ്ങുന്ന വന്യമൃഗങ്ങൾ കൂടിക്കൂടി വരുന്നു ആക്രമണങ്ങൾ മരണങ്ങളും. ആറളത്തെ കാട്ടാനാക്രമണം സംബന്ധിച്ച വാർത്തയിലേക്ക് തന്നെയാണ് ലൈവ് റിപ്പോർട്ട്സ് ആദ്യം പോകുന്നത്. കാട്ടാന ശല്യം കാരണം മക്കളെ സ്കൂളിൽ പോലും അയക്കാൻ സാധിക്കുന്നില്ല എന്ന് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വെള്ളിയുടെയും ലീലയുടെയും മകൻ ശ്രീധരൻ. കാട്ടാന ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങുമ്പോൾ ഉദ്യോഗസ്ഥരെ വിളിച്ചാൽ പോലും തിരിഞ്ഞു നോക്കാറില്ലെന്നും മകൻ ജനൻ ടിവിയോട് പറഞ്ഞു. തങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും മകൻ ആവശ്യപ്പെടുന്നു. കണ്ണൂർ ആറളത്ത് നിന്നും മിഥുൻ പിള്ളയുടെ റിപ്പോർട്ടിലേക്ക്. നമ്മോടൊപ്പം ഉള്ളത് ഇന്നലെ കാട്ടാനയുടെ ആക്രമണത്തിൽ ദാരുണമായി കൊല ചെയ്യപ്പെട്ട വെള്ളിയുടെയും ലീലയുടെയും മകൻ ശ്രീധരനാണ്. ശ്രീധരേട്ട, എങ്ങനെയാണ് ഇവിടുത്തെ ഒരു ജീവിതം? എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ എന്നാ പറയുക, നമുക്ക് ജീവിക്കാനൊരു മാർഗമില്ല. പണിക്ക് പോകാൻ പറ്റില്ല. പകല് പുറത്താണെങ്കിൽ ഇപ്പം ഒന്നും കണ്ടില്ല. 3 മണിക്കായപ്പം അച്ഛനമ്മനെ പോയി. അതുപോലെ എത്ര ആളിങ്ങനെ പോവും. അതിന് പേടിച്ചിട്ട് ഇതിനൊരു തീരുമാനം അവർ ഉണ്ടാക്കി തരണം. അല്ല, നമ്മൾ മാത്രമല്ലല്ലോ, അച്ഛനമ്മനെ മാത്രമല്ല, നമ്മൾ പോയി നമ്മളെ കുട്ടികളെ നോക്കാൻ ആരും വേണ്ടേ. സ്ഥിരമായിട്ട് ആന ഇറങ്ങുന്ന ഒരു സ്ഥലമാണ്. സ്ഥിരമായിട്ടും വരുന്നുണ്ട്. ഒരു 4 മണിയാകുമ്പോൾ 3 മണിയാകുമ്പോൾ ഇതിലൊക്കെ ആന ഉണ്ടാവും. ഡെയിലും വരുന്നുണ്ട്. ഒരു കൃഷി പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. കൃഷി ഇപ്പോൾ നമ്മൾ ഇതിനകത്തെല്ലാം തെങ്ങ് നട്ടതാ. തെങ്ങ് കവുങ്ങെല്ലാം നട്ടതാ. ഒന്നും വെക്കില്ല. എല്ലാം വന്ന് പറിച്ചിട്ട് പോകും. അത് ഫുള്ളും കവുങ്ങായിരുന്നു. ആ കണ്ടം നിറച്ചു കവുങ്ങും കൊക്കയായിരുന്നു. അതെല്ലാം ആന നശിപ്പിച്ചു. അച്ഛനും അമ്മയും എന്താ പറ്റിയത്? എങ്ങനെയാണ് അവർ അങ്ങോട്ട് പോയത്? അവർ തോട്ടം വായിക്കാൻ പോയതാ. മരുന്നും പോകുന്നുണ്ട്. ആ വായിക്കിട്ട് അതിനകത്ത് അടിയും പെറുക്കി വരുക. വന്നപ്പോൾ ആനയുടെ മുമ്പിലായി പോയി. പിന്നെ ഓടാനൊന്നും പറ്റില്ലല്ലോ, വയസ്സല്ലേ. അതുകൊണ്ട് അത് നമ്മൾ പോയി നോക്കുമ്പോൾ എല്ലാം തീർന്നു. പിന്നെ ഞാൻ പിന്നെ തിരിച്ച് ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ ഓടി. ഇതിപ്പോൾ നിങ്ങളുടെ ഒരു ആവശ്യം എന്താ? നാട്ടുകാരെ സംബന്ധിച്ച് ആവശ്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തീരുമാനമാക്കണം. ഇത് നമ്മൾ മാത്രമല്ലല്ലോ. ഇനി അടുത്തത് വേറെ ആരെങ്കിലും 2 ആൾക്കും 3 ആൾക്കാർക്ക് പറ്റുക. അന്നേരപ്പം നമ്മൾ പറയുന്ന എല്ലാവർക്കും അവരും പറയുക. ഈ പോർട്ടുകാർ ഇവിടുന്ന് ശരിക്കും പറഞ്ഞാൽ അവർ നമ്മളെ നോക്കുന്നില്ല എന്നല്ല അർത്ഥം. ആന വന്നാൽ വിളിച്ചാലും അവർ വരില്ല. അവർ ഇന്നലെ തന്നെ വന്നിട്ട് അവർ ശവം എടുത്ത് തന്നെ, പിന്നെ എല്ലാവരും ജനങ്ങൾ കൂടിയത് കൊണ്ട് ശവം കൊണ്ടുപോയില്ല. അല്ലെങ്കിൽ അവർ ഭാര്യ എടുത്ത് വണ്ടിക്കകത്തിട്ടിട്ട് അവർ കൊണ്ടുപോയിന്. അന്നേരം കുറേ ആൾക്കാരെല്ലാം കൂടി വന്ന് തടുത്തു. അല്ലെങ്കിൽ അവർ ഇന്നലെ രാത്രിക്ക് അവർ തന്നെ കൊണ്ടുപോയിന്. ഈ ഉദ്യോഗസ്ഥരൊന്നും നിങ്ങളെ വിളിച്ചാലോ അങ്ങനെ നിങ്ങൾ കാര്യങ്ങൾക്കൊന്നും കൊണ്ട് വരുന്നില്ല. അവർ വിളിച്ചാൽ നമ്മളിവിടുന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അവർ പറയും അങ്ങ് ഞാൻ കണ്ണൂരാ, കോഴിക്കോട് എന്നൊക്കെ പറയുക. അവരിവിടെ എത്തുമ്പോൾ ആന ഫുള്ളും കണ്ടത്തിലല്ലേ ഇരിക്കുക. ചെറിയ പിള്ളേരും കുട്ടികളെല്ലാം ഉള്ളതല്ലേ. നമുക്ക് എങ്ങോട്ടും മാറാനും ഓടാനും പറ്റൂല. മക്കൾക്ക് പോലും സ്കൂളിലൊക്കെ പോകാൻ സ്കൂളിൽ നിന്ന് ഇപ്പം ഒരു പിള്ളേരും പോകുന്നില്ല. ഓടെന്തോടാ പഠിക്കുന്നത്. ഒരു പിള്ളേരും പോകുന്നില്ല പേടിച്ചിട്ട്. ഇപ്പം ആന വരുന്നത് അറിയത്തില്ലല്ലോ. മിനിഞ്ഞാന്ന് ഇതിൻ്റെ ഇടയ്ക്ക് സ്റ്റേറ്റ് ബസ്സിൻ്റെ മുമ്പിൽ ആന വന്നിട്ട് എല്ലാവരും വയറും കൊടുത്ത് രക്ഷോട്ടെ. സർക്കാരിൻ്റെ ഭാഗത്ത് ശരിക്കും ഒരു ഇടപെടൽ വേണമെന്നാണ്. സർക്കാർ അത് വേണം. സർക്കാർ എന്തെങ്കിലും ഒരു നിലവിൽ എടുക്കണം. എന്നാലേ നമുക്ക് പോലെ തന്നെ ജീവിക്കാൻ പറ്റൂ. ഇതിലും ഇന്നലത്തെ ഈ ഒരു കാട്ടാനയുടെ കലിയിൽ ജീവൻ നഷ്ടപ്പെട്ട വെള്ളിയുടെയും ലീലയുടെയും മകൻ ശ്രീധരനോട് സംസാരിച്ചത്. ഇവിടെ ജനങ്ങൾ എത്രത്തോളം ഭീതിയിലാണ് താമസിക്കുന്നതെന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അടിയന്തരമായി അധികൃതരുടെ ഭാഗത്തു നിന്നൊരു ശക്തമായ ഇടപെടൽ ഇക്കാര്യത്തിൽ വേണമെന്നൊരു ആവശ്യം തന്നെയാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. കെ സുബിത്തിനൊപ്പം മിഥുൻ പിള്ള, ജനം, കണ്ണൂർ.